നമസ്കാരം. പതിരും കതിരും. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുറിഞ്ഞ വിപ്ലവത്തിൻ്റെ ഏതോ പഴമ്പാട്ടും പാടി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂമരൻ ഇതാ മടങ്ങുകയായി. ഒരു പാഴ്ക്കിരീടം പിന്നിലവൻ ഉപേക്ഷിച്ചു കളഞ്ഞു. പൂക്കളുടെ പുസ്തകം കക്ഷത്തിൽ വെച്ച് നിറകണ്ണുകളോടെ നടന്നു പോകുന്ന നിലപാടുകളുടെ രാജകുമാരനെ നോക്കി ചെമ്പരത്തിപ്പൂവുകൾ തലകുനിച്ചു. മഞ്ഞ മന്ദാരങ്ങൾ കണ്ണീർ പൊഴിച്ചു. ഏപ്രിൽ ലില്ലികൾ വിഷാദച്ഛവിയിലായി. നിലമ്പൂരുകാർ വിധിച്ച ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഏറ്റുവാങ്ങി വിധിവിഹിതം തലയിൽ ചുമന്നുള്ള ആ യാത്ര കണ്ടു നിൽക്കാനാകാതെ കമ്മികൾ കണ്ണടച്ചു. അന്തങ്ങൾ ഏങ്ങലടിച്ചു. ഏകാന്ത വീഥികളിലൂടെ തനിച്ചു നടന്നു പോകുന്ന സ്വരാജിനെ കണ്ട് പകൽ നക്ഷത്രങ്ങൾ ചോദിച്ചു, ഇതുവഴി വരില്ലേ നീ വീണ്ടും ഡയലോഗും അടിച്ചുകൊണ്ട്. നിലമ്പൂരുകാർ ഒടിച്ചു മടക്കിവിട്ട വാക്കിൻ്റെ രാജകുമാരനായ സ്വരാജ്യൻ നായരെ യാത്രയാക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ പോലും ആരുമുണ്ടായില്ല. വന്നിറങ്ങിയപ്പോൾ എതിരേറ്റവരും ആർപ്പ് വിളിച്ചവരും സെൽഫി എടുത്തവരും എവിടെ പോയി? അവൻ്റെ നിലപാടുകളെ വാഴ്ത്തിയവരൊക്കെ മൗനത്തിലായി. അവൻ നടന്നാൽ മുത്തുപൊഴിയുമെന്നും ആ മുത്തുകൾ നക്ഷത്രമാകുമെന്നും പറഞ്ഞവരുണ്ട്. അവൻ്റെ നിശ്വാസമേറ്റാൽ ഏത് പൂക്കളും വിടരുമെന്നും പൂക്കാത്ത അശോകവും പൂക്കുമെന്നും പറഞ്ഞവരുണ്ട്. അവൻ നിൽക്കുന്നിടത്താണ് വസന്തമെന്ന് കാച്ചിയവരുണ്ട്. എല്ലാ കാച്ചിലുകളും വെറും വാക്കുകളായി. ബിനോയ് വിശ്വം കെട്ടഴിച്ചു വിട്ട യാഗാശ്വമായിരുന്നു അവൻ. അവനെ പിടിച്ചുകെട്ടാൻ ആർക്കുമാകില്ല എന്നായിരുന്നു വിശ്വേട്ടൻ പറഞ്ഞത്. ആ യാഗാശ്വം ഇതാ നനഞ്ഞ പച്ചില തിന്ന് വയറിളകി വാലും മുറിഞ്ഞ് നടന്നു വരുന്നു. കഴിവും പ്രശസ്തിയും അറിവും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിസ്വവർഗത്തിൻ്റെ രക്ഷകനാണ് എം സ്വരാജ് എന്നായിരുന്നു ജലീൽ സാഹിബ് കാച്ചിയത്. ഒന്നരപ്പുറം കവിയാതെ ജലീൽ ഉപന്യസിച്ച വിശേഷണങ്ങൾ മാത്രം മതിയായിരുന്നു സ്വരാജിന് ഭാഗ്യമുണ്ടെങ്കിൽ ജയിക്കാൻ. സ്വരാജ് ഇറങ്ങിയതോടെ കോൺഗ്രസ്സുകാരുടെ കാറ്റൂരി വിട്ടതുപോലെയായി എന്ന് പറഞ്ഞ മരക്കുറ്റി ചാനലിലെ മുതലാളിയും ഉണ്ടായിരുന്നു അവിടെ ഫലം വിളിച്ചു പറയാൻ. വോട്ടെടുപ്പിൻ്റെ തലേന്ന് തന്നെ അയാൾ നിലപാട് മാറ്റി ഷൗക്കത്തിനൊപ്പം ചേർന്നു. ഫലമറിഞ്ഞതോടെ മുറിയിൽ കയറി കഥ കടച്ച ആരാച്ചാർ മീര ഒന്നും മിണ്ടുന്നില്ല. വല്ല കുരുക്കുമിടുമോ എന്നാണ് ഇപ്പോഴത്തെ ഭയം. തൻ്റെ പ്രസംഗം മനസ്സിലാക്കാത്ത പോയ നിലമ്പൂരുകാരെ ഓർത്ത് അവർക്ക് ഖേദമുണ്ട്. വൈശാഖൻ കരഞ്ഞ കണ്ണുനീരൊക്കെ മീശ ഏറ്റുവാങ്ങി. സ്വരാജ് സഖാവിനെ വീണ്ടും നിയമസഭയിലെത്തിച്ച് ആ ശൂന്യത നികത്താനിരുന്ന വീണ ജോർജ് ഗ്ലിസറിനില്ലാതെ കരയുകയാണ്. ആ കണ്ണീരെല്ലാം കൊടുമൺചിറയിലൂടെ താഴോട്ട് ഒഴുകുകയാണിപ്പോൾ. തെക്കോട്ട് നീങ്ങിത്തുടങ്ങിയ ട്രെയിനിലിരുന്ന് സ്വരാജ് ഇന്നലകളെപ്പറ്റി ഓർത്തു. തന്നെ ആരൊക്കെയാണ് തോൽപ്പിച്ചത്? ആദ്യം പുലിപ്പുറത്ത് വന്ന അയ്യപ്പൻ തോൽപ്പിച്ചു. പിന്നെ സിംഹത്തിൻ്റെ പുറത്ത് വന്ന കാവിക്കൊടിയേന്തിയ സ്ത്രീ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവച്ചപ്പോൾ കൈവിറച്ച പിണറായി പിന്നെയും തോൽപ്പിച്ചു. വിവരക്കേടിൻ്റെ വായ്ത്താളമടിച്ച ഗോവിന്ദനും തോൽപ്പിച്ചു. മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പകരം തന്നെ നിർത്തിയ സെക്രട്ടേറിയറ്റും തോൽപ്പിച്ചു. ശാപവാക്കുകളുമായി ഇറങ്ങിയ ആശമാർ പിന്നെയും തോൽപ്പിച്ചു. ഒപ്പം നിന്ന അന്തങ്ങൾ പോലും തോൽപ്പിച്ചു കളഞ്ഞു. വി എസിൻ്റെ ശാപം തീനാളമായി വന്ന് തലയിൽ വീണതോടെ ഇതാ വീണ്ടും തോറ്റുപോയി. എല്ലാ തോൽവികളും ഏറ്റുവാങ്ങാൻ സ്വരാജിൻ്റെ ജന്മം പിന്നെയും ബാക്കി. രാവിലെ മുതൽ നിയമസഭയിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, സ്വരാജ് വരുന്നതും കാത്ത്. പിണറായി വിജയൻ. സഭ സ്വരാജിനെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈപിടിച്ച് പൊക്കിയിട്ട് പോയതാണ്. ഭസ്മാസുരന് വരം കിട്ടിയ പോലെ ശാപഗ്രസ്തമായ ഒരു കൈയാണ് സുഹൃത്തുക്കളെ അത്. വോട്ട് ചോദിച്ച് ചെന്നപ്പോഴൊക്കെ നിലമ്പൂർ തനിക്ക് ടാറ്റ തന്നത് യാത്രയാക്കാനായിരുന്നുവെന്ന് ആരറിഞ്ഞു? നിലമ്പൂരിൽ വന്ന് തമ്പടിച്ച തള്ളൽ സംഘങ്ങളാണ് സ്വരാജിൻ്റെ വീഴ്ച ഇത്ര ആഴമുള്ളതാക്കിയത്. വോട്ടെണ്ണി തുടങ്ങിയ സമയം മുതൽ ഒരിടത്ത് പോലും ഒരിക്കൽ പോലും സ്വരാജിന് ലീഡ് എന്നൊരു കാർഡ് കണ്ടില്ല. തുടക്കം മുതൽ ലീഡ് ഉയർത്തി സേഫ് സോണിൽ നിന്നിട്ടും സതീശനിട്ട് പണിയാനാണ് പല ചാനലുകളും വ്യഗ്രത കാണിച്ചത്. അൻവർ പിടിച്ച വോട്ടിന് സതീശൻ കണക്ക് പറയണമത്രേ. വി എസിൻ്റെ കാല് തൊട്ട് വണങ്ങിയാണ് ആദ്യം തൃപ്പൂണിത്തറയിൽ സ്വരാജ് ജയിച്ചത്. പിണറായി വിജയൻ്റെ കയ്യിൽ ഞാലാൻ പോയത് മുതൽ കഷ്ടകാലമാണല്ലോ അനിയ. സ്വരാജ് തോറ്റു എന്നറിഞ്ഞ നിമിഷം മുതൽ ഹമാസും പലസ്തീനും ബംഗറിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിൻ്റെ മിസൈലുകൾ പോലും അവർക്ക് പൂവൻ പഴങ്ങളായിരുന്നു. പക്ഷേ സ്വരാജിൻ്റെ പരാജയം അവരുടെ ഹൃദയം തകർത്തു കളഞ്ഞു. സ്വരാജിനേക്കാൾ മുൻപേ നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ട ലുട്ടാപ്പിയുടെ കുന്തം വഴിയിലെവിടെയോ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ യാത്ര ചെയ്ത സംഘത്തെ കാണാനില്ല. നിൽക്കുമ്പോൾ തന്നെ ജയിക്കുകയും വോട്ടെണ്ണും മുമ്പേ പരാജയപ്പെടുകയും ചെയ്യുന്ന സ്വരാജിൻ്റെ കഥകൾ അവസാനിക്കുന്നില്ല തോഴരെ. സ്വന്തം മണ്ണിൽ പോലും വേര് പിടിക്കാത്ത ഈ പൂമരം വെറും പാഴ്മരമായി പോയല്ലോ.
ഗോവിന്ദൻ ഈ മരം മൂടോടെ എടുത്ത് AKG സെൻറ്ററിൻ്റെ 9ാം നിലയിലെ ടെറസിൽ കൊണ്ടുവയ്ക്കണം. നിത്യവും വെള്ളമൊഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേരെണ്ണാനായി പിഴുതു നോക്കണം.